ഇസ്രായേലി മന്ത്രിമാരും ഭരണസിരാ കേന്ദ്രത്തിലെ പ്രമുഖരും ഇപ്പോൾ പുറത്തിറങ്ങുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് ടെല്ലവീവിനെ കേന്ദ്രീകരിച്ച് കൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ നിയന്ത്രിക്കപ്പെടുന്ന പരമപ്രധാന നേതാക്കന്മാരൊന്നും കാണുന്നില്ല. ചില ആളുകളെല്ലാം മുണ്ടിട്ട് പുറത്തിറങ്ങുന്ന രീതിയാണ് ഇവിടെ ദൃശ്യമാകുന്നത് എന്ന തരത്തിലൊക്കെ പ്രാദേശിക റിപ്പോർട്ടുകൾ ഇസ്രായേൽ തന്നെ പുറത്തിറങ്ങും. ഇറാൻ ഇസ്രായേൽ തമ്മിൽ ഏറ്റുമുട്ടിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ഇസ്രായേൽ അങ്ങോട്ട് കയറി അടിച്ചു എന്നതിനാൽ ലോകത്തിന് മുൻപ് ന്യായീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ലോകത്തെമ്പാടുമുള്ള ജൂത വിഭാഗത്തിന് നിലവിലുണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു അപമാനപ്പെടുത്തുന്നതിന് തുല്യമായിട്ടാണ് അവർ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും വിഷയങ്ങളും നിലനിൽക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾ, അറസ്റ്റുകൾ, ലാത്തിച്ചാർജുകൾ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. വളരെ അപൂർവമായിട്ടാണ് നാഷണൽ ഹൈവേ പോലുള്ള റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നത്. സർക്കാർ തലത്തിലുള്ള ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ വീട് മുറ്റം വരെ പ്രതിഷേധക്കാരെത്തി എന്നുള്ള റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇത്തരം ഒരു സംഭവങ്ങളൊന്നും യഥാർത്ഥത്തിൽ ദൃശ്യമാവാത്തതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ ഇത്തരം കാര്യങ്ങളെല്ലാം വിളിച്ചു വരുത്തുകയാണ്. കരുതിക്കൂട്ടി വരുത്തിയതിൻ്റെ പ്രതിഫലനമാണ് രാജ്യം അനുഭവിക്കുന്നത് എന്നുള്ളിടത്തേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടക്കമുള്ളവരും ഭരണസമിതിയിൽപ്പെട്ട ചില ആളുകളും ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെച്ച് ജനവിധി തേടണം എന്നുള്ള അഭിപ്രായം വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഇതൊരു പ്രതിഷേധമായി ശക്തമായി ഉയർന്നു വന്നിരിക്കുകയാണ്. 40,000 വീടുകളെങ്കിലും തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. പുനർനിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്നു. ഈ പ്രയാസത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഗസക്കകത്ത് വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ വൈമാനിക ആക്രമണം, ബോംബ് സ്ഫോടനം അതല്ല ഇപ്പോൾ നടക്കുന്ന കാര്യം. ഇപ്പോൾ നടക്കുന്ന കാര്യം ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന പലസ്തീനികളെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൂടുതൽ ആളുകളെ കൊല്ലാൻ വേണ്ടി സാധിക്കും എന്ന തരത്തിൽ, അതായത് ഹിറ്റ്ലറിസത്തിനെ ഉപയോഗിക്കുന്ന രീതിയിൽ, ഹിറ്റ്ലർ ഉപയോഗിച്ച അതേ തന്ത്രപരമായിരിക്കുന്ന രീതിയിലുള്ള കൊല എന്ന രൂപത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗസയിൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഹിറ്റ്ലർ ഒരിക്കൽ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെയാണ്: ഒരു ജൂതനെ കൊല്ലാൻ ഒരു വെടിയുണ്ട എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. അങ്ങനെ ചെലവഴിക്കാത്ത രീതിയിൽ അവരെ കൊല്ലുക എന്നുള്ളത് ഗ്യാസ് ചേമ്പർ പോലെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൂട്ടക്കൊല ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് ഹിറ്റ്ലർ പറയുകയും ആ പ്രവൃത്തി തുടരുകയും ചെയ്തു. സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗസക്കകത്ത് നടക്കുന്നത്. അവിടെ ബോംബ് സ്ഫോടനം നടത്തി കൊല്ലുന്നതിന് പകരമായ രീതിയിൽ ഒരാഴ്ചയോ അല്ലെ 10 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകൾ 1-2 ട്രെയിലർ വണ്ടി വരുന്ന സമയത്ത് അതിന് ചുറ്റുഭാഗം വളഞ്ഞു കൂടിയിട്ട് ഭക്ഷണം വാങ്ങുന്ന രീതി ഉണ്ടാവും. അവിടെ ഉന്തും തള്ളും വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ സൈന്യം വെടിവെക്കുന്നു. ഒരുപാട് പേര് ദിവസം എന്ന് പറയുന്നത് 10-ലധികം പേർ നിത്യേന എന്നോണം മരണപ്പെടുന്ന റിപ്പോർട്ടാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിരിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളതാണ്. 100-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ പല ആൾക്കാരുടെ നില ഗുരുതരമാണ്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആശുപത്രി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഒരുപാട് മരണം അവിടെ റിപ്പോർട്ടായിട്ട് പുറത്ത് ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. പിന്നീട് സർക്കാർ അത് പൂഴ്ത്തിവെച്ചു. മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നെ റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നിട്ടില്ല. ചില ആളുകൾക്ക് ഗുരുതരം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. കാര്യം എന്ന് വെച്ചാൽ മരിക്കുക എന്നുള്ളതും ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റതും നാശനഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ചൊക്കെ ഇസ്രായേൽ പുറത്ത് പറയൽ അപൂർവമാണ്. അങ്ങനെ പറയാറില്ല. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം $3 ബില്യൺ നഷ്ടമെങ്കിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് തന്നെ പുറത്ത് റിപ്പോർട്ട് വരുന്നു. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, നഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന കെട്ടിടങ്ങളും സർക്കാർ ഉദ്യോഗ മന്ദിരങ്ങളും മറ്റും പുനർനിർമ്മിക്കാൻ ഏകദേശം 5 വർഷമെങ്കിലും എടുക്കും എന്നുള്ളതാണ്. അത്രക്ക് മാരകമായിരിക്കുന്ന തകർച്ചയും നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ തലസ്ഥാനമായിരിക്കുന്ന ടെല്ലവീവിനെ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് പല മീഡിയകളും റിപ്പോർട്ടാക്കി പുറത്തുവിട്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രാധാന്യമായിരിക്കുന്ന വിഷയം പറയുന്നത് സഹായം തേടി ഇസ്രായേൽ പല രാജ്യങ്ങളെയും സമീപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തങ്ങളുടെ രാജ്യത്തിൻ്റെ തകർച്ചയിൽ നിന്ന് പുനരുദ്ധാരണം ഉണ്ടാക്കാൻ വേണ്ടി സാമ്പത്തികപരമായ രീതിയിൽ സഹായം തേടിക്കൊണ്ട് പല രാജ്യങ്ങളെയും സമീപിച്ചിട്ടുണ്ട്. എന്നാൽ പല രാജ്യങ്ങളും സഹായത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്.
അമേരിക്കയോട് പോലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ആയുധമായിട്ട് ബന്ധപ്പെട്ട കരാറാണ് സാധാരണഗതിയിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ആയതിനാൽ ഇതൊരു പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്ക സഹായിക്കുമെന്നോ സഹായിക്കില്ലെന്നോ രണ്ടും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് മറുപടിയായിട്ട് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ഇസ്രായേലിനുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായി വരികയാണ്. രാജ്യത്തിൻ്റെ അകത്തുള്ള ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും ഗൗരവമുള്ളത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ്. അതിനെ സ്വാന്തനപ്പെടുത്താൻ അല്ലെങ്കിൽ സംവിധാനത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഒരു ഏകോപനത്തോടു കൂടി പ്രതിഷേധക്കാരെ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്നു, നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിജയം കാണിക്കാൻ വേണ്ടി നിങ്ങൾക്കുണ്ടോ എന്ന് പ്രതിപക്ഷം ഭരണകക്ഷിയോട് ചോദിച്ചു എന്നുള്ളിടത്തും വലിയ വിഷയങ്ങൾ നിൽക്കുന്നു. കാരണം അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകരാൻ വേണ്ടിയുള്ള കാരണം എന്താണ്? നൂതനമായിരിക്കുന്ന സംവിധാനം, കാലോചിതമായി മാറ്റപ്പെട്ട സംവിധാനം, ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം എന്ന് ലോകത്തോട് ഖ്യാതി നേടിയത് അതൊന്നും ഇപ്പം വേണ്ടത്ര രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. ഇവർ ശത്രുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലളിതമായിരിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികപരമായി വലിയ മുതലം മുടക്കില്ലാത്ത മിസൈലുകളാണ് യഥാർത്ഥത്തിൽ ഇറാൻ ആദ്യാദ്യഘട്ടത്തിൽ ഉപയോഗിക്കുക, തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം മിസൈൽ ശക്തിയാണെങ്കിലും ശക്തി കുറഞ്ഞതാണെങ്കിലും ബലമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പ്രതിരോധം ഉണ്ടാക്കുകയും തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും വില കുറഞ്ഞിരിക്കുന്ന മിസൈലുകൾ ആദ്യാദ്യഘട്ടത്തിൽ പായിപ്പിച്ചുകൊണ്ട് അതിനിടയിൽ ഹൈപ്പർസോണിക് മിസൈൽ ഇട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ തകർത്താൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഒരുപാട് രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ ഈ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ വിലയിരുത്തുന്നു. നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനപ്പുറമാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ. അകം മുഴുവനും കത്തിക്കരിഞ്ഞ രീതിയിലാണ്, അല്ലെങ്കിൽ അകം മുഴുവനും ബന്ധു നിൽക്കുന്ന രീതിയിലാണ് ഇപ്പം നിലവിലെ സാഹചര്യങ്ങൾ. 40,000 ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു പുനർനിർമ്മിതി ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. കാരണം ലെബനാൻ്റെ അതിർത്തി, ഗസ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അതിർത്തി മേഖലയിൽ നിന്ന് പരമാവധി ആളുകളൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുടിയിറക്കിയിട്ടുണ്ട്. അവർക്കൊന്നും അവിടേക്ക് താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ആ മേഖലയൊന്നും ഇപ്പോഴും ശാന്തമല്ല എന്നതിനാൽ ഇവരെ ടെൻറ്റിലോ മറ്റോ താമസിപ്പിച്ചിട്ടാണ് ഇത്രയും കാര്യം മുന്നോട്ട് എങ്ങനെ ചെയ്യണം എന്നത് സർക്കാർ ആലോചിക്കുന്നതിനിടയിലാണ് ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. 40,000-ഓളം വീടുകൾ തകരുന്നു. അവരുടെ ജീവിത സംബന്ധമായിരിക്കുന്ന തൊഴിലും വിദ്യാഭ്യാസ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ സർക്കാർ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സർക്കാർ ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം. ഇത്തരം പ്രതിസന്ധി സാധാരണ ഇസ്രായേൽ ഇല്ലാത്തതാണ്. എന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയമായിരിക്കുന്ന പ്രതിസന്ധിയോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. തങ്ങളുടെ സൗഹൃദ രാജ്യത്തിനപ്പുറം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക കാണുന്നത്. അതിന് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെല്ലാ തരത്തിലും സഹായം ചെയ്യും. ഈ മേഖലയിൽ ഇസ്രായേൽ നിലനിൽക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ അനിവാര്യം ഇസ്രായേലിനേക്കാൾ ഏറെ അമേരിക്കക്കാണ്. അങ്ങനെയാണെങ്കിൽ സമയത്ത് മാത്രമേ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ ലക്ഷ്യം നേടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും അവർക്ക് ഉറപ്പാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അമേരിക്കയോട് സഹായം ചോദിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നെതന്യാഹുമായിട്ട് ഏറെക്കുറെ അകന്നു നിൽക്കുകയാണ്, അകൽച്ചയിലാണ്. അതുകൊണ്ട് സഹായം സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ചോദിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അവസാനത്തെ ദിവസം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ഇസ്രായേലിൻ്റെ എയർപോർട്ടിൽ പറന്നു വരുന്നതാണ്. ഏറെക്കുറെ ഇറാൻ്റെ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ട്രംപ് പറയുന്നത് സൈന്യത്തെ പിൻവലിക്കണം, തിരിച്ചിറങ്ങണം എന്നുള്ളത്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഉടക്കിയിട്ടുണ്ട്, ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തിരിച്ചിറക്കാത്ത രീതിയിൽ അവിടെ ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വലിയ ഭവിഷ്യത്ത് ഇസ്രായേൽ ഒരു പക്ഷെ നേരിടേണ്ടി വരും അമേരിക്കയുടെ കയ്യിൽ നിന്ന് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് തിരിച്ചുവരവെല്ലാം ഉണ്ടായത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ആഭ്യന്തരമായ രീതിയിൽ വലിയ മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ പോകുന്നു. മന്ത്രിമാർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല.
വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി പറ്റുന്നില്ല. സഹായം തേടി മറ്റ് രാജ്യങ്ങളെ സമീപിച്ചിട്ട് അവർ സഹായം നൽകുന്നില്ല. നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സഹായം നൽകാൻ വേണ്ടിയിട്ട് ഒരു രാജ്യവും തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, വ്യവസായ സമ്പന്നർ പോലും സഹകരിക്കുന്നില്ല എന്നുള്ളിടത്തേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്.